ഒരു പ്രഭാതം എന്ന് പറയുന്നത് അവിടുത്തെ ദയ പുതിയതാണ്. ഹല്ലേലൂയ. കരുണ ദയ കുറഞ്ഞു പോയിട്ടില്ല. ഹല്ലേലൂയ. അവിടുത്തെ ദയയും കരുണയും ഒന്ന് മാത്രമാണ് നമ്മളെ നയിക്കുന്നത്. ദൈവകൃപയിൽ ജീവിപ്പാൻ, ദൈവത്തിൽ ശരണപ്പെട്ട് ഈ പകൽക്കാലം ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആം, ഇന്ന് അല്പസമയത്തെ ചിന്തിക്കാൻ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത് മലാക്കി 3 1 മുതൽ 1-2 വാക്യങ്ങളാണ്. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിച്ചവന്റെ തീ പോലെയും അലക്കുന്നവന്റെ ചാരം പോലെയും ആയിരിക്കും. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നതിനെ പോലെ ഇരുന്നു കൊണ്ട് ലേവിപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെ വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. അന്ന് യഹൂദയുടെ യെരൂശലേമിന്റെയും വഴിപാട് പുരാതന കാലത്തെ പോലെയും പണ്ടത്തെ ആണ്ടുകളെ എന്ന പോലെയും യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. കർത്താവിൻ്റെ ദാസൻ മല്ലേക്ക് എഴുതിയിരിക്കുകയാണ്. ഈ വചനത്തിന് നമ്മൾ ഇന്ന് അല്പസമയം ചിന്തിക്കുകയാണ്. ദൈവം നമ്മെ ശുദ്ധീകരിച്ച് ഒരു നിർമ്മല കന്യയാക്കി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരുക്കുക. അതാണ് പറഞ്ഞത്. അവൻ വരുമ്പോൾ, അവൻ ആ മന്ദിരത്തിലേക്ക് വരുമ്പോൾ, കർത്താവ് നമ്മുടെ ആ മന്ദിരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലോട്ട് വരുമ്പോൾ ഉള്ള ശുദ്ധീകരണത്തെ പറ്റിയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിനു മുമ്പായി ഒരു അല്പസമയം ഒരു പാട്ടിൻ്റെ 1-2 ലൈന്, ഇന്ന് സാറ്റർഡേ ആണല്ലോ, പ്രത്യേകിച്ച് ട്രാക്ട് കൊടുക്കാനും ഒക്കെ അനേകർ പോകുന്ന സമയമാണ്. ഒരു ലൈൻ പാട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നലെ രാത്രിയിൽ ഓർപ്പിച്ചതാണ്. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. യേശുവിൻ നാമം വിജയിക്കട്ടെ, യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ, സുവിശേഷത്തിൻ കൊടിയുയരട്ടെ, നാമധേയ സംഘങ്ങൾ ഉണർന്നിടട്ടെ. പോകുക നാം പോർവീരരായി രക്ഷകനേശുവിൻ പ്രിയജനമേ, രക്ഷാദൂതിൻ പടകവുമായി ഉണർവോടു മുന്നോട്ടു പോകുക നാം, രക്ഷാദൂതിൻ പടകവുമായി ഉണർവോടു മുന്നോട്ടു പോകുക നാം. വിധിയുടെ വിശാല താഴ്വരയിൽ ബഹുസഹസാമ്പ് സമൂഹമാ വിനാശകത്തം പോകിടുവാന വഞ്ചിതരായി പ്രയാണം ചെയ്തിടുമ്പോൾ, പോകുക നാം പോർവീരരാ രക്ഷകനേശുവിൻ പ്രിയജനമേ, രക്ഷാദൂതിൻ പടകവുമാ ഉണർവോടു മുന്നോട്ടു പോകുക നാം, രക്ഷാദൂതിൻ പടകവുമായി ഉണർവോടു മുന്നോട്ടു പോകുക നാം. അന്തിമ ദുർഘട സമയമിത്, അധർമ്മമൂർത്തി വരും മുൻപേ, ആത്മീയമാം ദൈവരാജ്യത്തിനാ ആത്മബലത്തോടരാടുക നാം, ആത്മീയമാം ദൈവരാജ്യത്തിനാൻ ആത്മബലത്തോടരാടുക നാം. പോകുക നാം പോർവീരരായി രക്ഷകനേശുവിൻ പ്രിയജനമേ, രക്ഷാദൂതിൻ പടകവുമായി ഉണർവോടു മുന്നോട്ടു പോകുക നാം, രക്ഷാദൂതിൻ പടകവുമായി ഉണർവോടു മുന്നോട്ടു പോകുക നാം. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ്. ആത്മീയമാം ദൈവരാജ്യത്തിനായി ആത്മബലത്തോട് അടരാടുക നാം. ഹല്ലേലൂയ. ഈ ആത്മീയ ജീവിതം സ്വർഗരാജ്യത്തിൽ ചെന്നെത്തുന്നത് ഒരു പോരാട്ടമാണ്. ഹല്ലേലൂയ. ഈ പോരാട്ടം ഇവിടെ നമ്മൾ ഭയങ്കര പോരാട്ടം നമുക്കിവിടെ ഉണ്ട്.
അകത്ത് പോരാട്ടം, പുറത്ത് പോരാട്ടം, അത് ഈ ഭൂമിയിലെ പോരാട്ടം. അതിട്ട് മാത്രമല്ല, സ്വർലോകത്തിൽ നിന്നുള്ള പോരാട്ടങ്ങളുണ്ട്. ഹല്ലേലൂയ. മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഒരു പോരാട്ടം, ഭാഗ്യമായ പോരാട്ടം മാത്രമല്ല, സാത്താന്യ ശക്തിയിൽ നിന്ന് ഒരു പോരാട്ടം. ഈ പോരാട്ടങ്ങളെയൊക്കെ ജയിച്ചിട്ട്, അതിന് ആത്മശക്തി നമുക്കുണ്ടെങ്കിലേ ഈ പോരാട്ടത്തെയൊക്കെ ജയിക്കാൻ പറ്റത്തുള്ളൂ. ഈ ആത്മശക്തി പ്രാപിച്ചിട്ട് വേണം, ശക്തി പ്രാപിച്ചിട്ട് വേണം നമ്മൾ ഈ പോരാട്ടത്തെയൊക്കെ ജയിക്കാനും സ്വർഗത്തിൽ ചെന്നെത്താനും. ഈ കഴിഞ്ഞ ദിവസം ഈ അമേരിക്കയിൽ നിന്നും ഈ ചന്ദ്രനിലേക്ക് ഏം, ചന്ദ്രനിലേക്ക് ഒരു 4 പേര് പോയി. 4 പേര് കൂടെ ചന്ദ്രനിൽ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ ആ കണ്ണുകൊണ്ട് ചന്ദ്രന്റെ ഉപരിതലം കാണാം. ആ രീതിയിൽ ചന്ദ്രനോട് അടുത്ത്, ചന്ദ്രനിൽ ഇറങ്ങിയില്ല, ആ ചന്ദ്രനോട് വളരെ ക്ലോസ് ആയിട്ട് അവർ ആ ഓർബിറ്റിൽ പോയി. അപ്പോഴേ അവർ ആ ഒരു പേടകത്തിൽ പോയപ്പോഴേ, ആ പേടകത്തിൽ പോയ 4 പേരാ പോയെ. 4 പേരും കൂടെ പോയിട്ട് തിരിച്ചു വന്ന് ഇവിടെ അമേരിക്കയിൽ വന്ന് അവരെ നാസ അവരെ വിട്ട സ്പേസ് കമ്പനിയും അവർ മീറ്റിംഗ് നടത്തി. അപ്പോൾ അവർ അതിലെ ക്രിസ്റ്റീന കോച്ച്, അതിനകത്ത് ഒരു വനിതയുള്ളായിരുന്നു. ആ ക്രിസ്റ്റീന കോച്ച് പറഞ്ഞൊരു കാര്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഹല്ലേലൂയ. അവർ ഈ പേടകത്തിലൊക്കെ അങ്ങോട്ട് പോയി. ആദ്യമേ ഈ പേടകം വിടുമ്പോഴേ ഒരു വലിയൊരു റോക്കറ്റ് പോണക്കുള്ള സാധനത്തിലാണ് വിടുന്നത്. അതിസ്പീഡിൽ അത് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കവർ ചെയ്തുകൊണ്ട് അതിസ്പീഡിൽ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴേ എന്ത് ചെയ്യുന്ന പറയാം, ഭൂമിയുടെ ഓർബിറ്റാണ്. ആ ഭൂമിയുടെ ഓർബിറ്റിലോട്ട് വരുമ്പോഴേ ഈ മിഷന്റെ ആ ഭൂമി എന്നുള്ള കണക്ഷന്റെ വരെ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം അങ്ങ് മാറിയിട്ട് പിന്നെ ഭൂമിയുടെ ഓർബിറ്റിൽ കയറും. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഭൂമിയുടെ ഓർബിറ്റിൽ ഇത് പോയി കഴിഞ്ഞാൽ അവിടെ കിടന്ന് വട്ടത്തിൽ ഇങ്ങനെ കറങ്ങും. ആ ഓർബിറ്റ് കയറി കഴിഞ്ഞാൽ, എന്നാൽ ആ ഓർബിറ്റിൽ നിന്ന് വളരെ ശക്തിയായിട്ട് അതിസ്പീഡിൽ വീണ്ടും പോയെങ്കിലേ അത് ചന്ദ്രന്റെ ഓർബിറ്റിലോട്ട് പോകത്തുള്ളൂ. അപ്പോഴേ ഭൂമിയുടെ ഓർബിറ്റിൽ നിന്നും അതിന്റെ സ്പീഡ് പോയതിന്റെ ഏതാണ്ട് 10 മടങ്ങായിട്ട് 40,000 കിലോമീറ്റർ പെർ അവർ. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ആ സ്പീഡ്. ആ സ്പീഡിലോട്ട് അതിസ്പീഡിൽ പോയിട്ട് ആ ഭൂമിയുടെ ഓർബിറ്റ് അത് ബ്രേക്ക് ചെയ്തിട്ട് വേണം എന്നിട്ട് എവിടെ പോകണം, ചന്ദ്രനിലെ ഓർബിറ്റിൽ പോവാണ്. ഹല്ലേലൂയ. ചന്ദ്രന്റെ ഓർബിറ്റിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ഭൂമിയിൽ നിന്ന് ഓർബിറ്റിൽ നിന്ന് പോയ കാര്യങ്ങളെല്ലാം അങ്ങ് മാറും. പിന്നെ ചന്ദ്രനിലെ ഓർബിറ്റ്, ചന്ദ്രന്റെ അടുക്കലോട്ട് ചെല്ലുമ്പോൾ ചന്ദ്രൻ എന്ത് ചെയ്യും, അതിശക്തമായിട്ട് ഈ സാധനത്തെ ചന്ദ്രനിലോട്ട് വലിക്കും. അപ്പോഴത്തേക്ക് വേറൊരു സാധനം കറങ്ങിയിട്ട് ഓൺ ആക്കിയിട്ട് ആ ചന്ദ്രന്റെ ഉപരിതലത്തിൽ വട്ടത്തിൽ അതിനെ ചുറ്റിക്കൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ സ്റ്റാർട്ട് ചെയ്യും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം ഫോഴ്സിനെ അതിജീവിച്ചിട്ടാണ് അവർ ആ ചന്ദ്രന്റെ ഫോഴ്സിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ ഇവരുടെ കയ്യിൽ ഒരു മെഷീനും ഇല്ല, പിന്നെ ആ ഒരു കണക്ഷനേ ഉള്ളൂ. അത് ചന്ദ്രന്റെ ഓർബിറ്റിൽ നിന്ന് അതിനെ പിന്നെന്ത് ചെയ്യും, 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭൂമിയുടെ ഓർബിറ്റിലോട്ട് വന്നു. പിന്നെ എഞ്ചിനൊന്നും ഇല്ലാതെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പിന്നെ അത് ഒരു ഭൂമി തിരിച്ചു വരുന്നത്. യാതൊരു എഞ്ചിനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ കടലിൽ വന്നിറങ്ങുക, താഴോട്ട് വന്ന് വീഴുക, പിന്നെ പാരച്യൂട്ടിലൊക്കെയാണ് അവർ ഇറങ്ങുന്നത്. എന്തൊരു അത്ഭുതം! ചിന്തിക്കാൻ പോലും വയ്യാത്ത ടെക്നോളജികളും കാര്യങ്ങളുമായിട്ടൊക്കെ അവർ പോയിട്ട് വന്നിട്ട് ഈ സഹോദരിയും ഈ ക്രിസ്റ്റീന കോച്ച് പറയാം പോയ കാര്യങ്ങളെപ്പറ്റി. ഞാൻ വിചാരിച്ചതുകൊണ്ട് അവിടെ കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനോഹരമായിട്ട് പറയാൻ വേണ്ടി ഇരിക്കുക. എന്നാൽ അവരൊരു കാര്യം പറഞ്ഞു, ഈ ക്രൂ എന്നുള്ള കാര്യം. ഈ ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോകുന്ന അവിടുത്തെ അതിനകത്തുള്ള ആളുകളാണ്. ഈ ക്രൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ അതിനകത്ത് ഈ 4 പേര്, ഒരാൾ അമേരിക്കക്കാരൻ, ഒരാളൊരു ബ്ലാക്ക്, ഒരാൾ ഒരു വുമൺ, ഒരു സ്ത്രീയെ, മറ്റൊരാൾ നെയ്ബർ കാനഡക്കാരൻ. ഈ 4 ഗ്രൂപ്പിനെയും കൂടി, ഈ 4 ടൈപ്പിലുള്ള ആളുകളും കൂടെ ഒരുമിച്ച് ഒരു മിഷനായിട്ട് ഒന്നായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ മിഷൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് തിരിച്ചു വരാനൊക്കെയുള്ളൂ. ഒരാളുടെ കയ്യിലുള്ള ചെറിയൊരു മിസ്റ്റേക്ക് മതി അവർക്ക് ആ ദൗത്യം ഒരിക്കലും അത് കംപ്ലീറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. വന്ന വഴിയിൽ എവിടെയെങ്കിലും അവരെ ഈക്വലി റെസ്പോൺസിബിൾ ആയിട്ടായിരിക്കണം ഓരോ ആളുകളും. അതുമാതിരി ഈക്വലി റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് ഈ ക്രൂ എന്ന് പറയുന്നത്. ഈ 4 ആർക്കും അങ്ങോട്ട് ബ്ലെയിം ചെയ്യാക്കത്തില്ല. ഒരേ പോണൊക്കെ ഒരു റൂമിൽ കിടന്നുറങ്ങുന്നത് പോലും ഒരു റൂമിൽ, ഒരേ മനസ്സ്, ഒരേ ഫോക്കസ്, പോകുക തിരിച്ചു വരിക, അതായിരിക്കണം അവരുടെ ദൗത്യം. അതിനപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവർ വേറൊരു ലോകത്താണ്. അവരവിടെ ചന്ദ്രനിൽ ചെന്നപ്പോഴേ ഈ ഭൂമിയും എന്ത് ചെയ്യുക, ഇവരെ പോലെ അവിടെ കിടന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുക, ചെറിയൊരു ഗോളം പോണൊക്കെ ഭൂമിയും കറങ്ങിക്കുക. അവർ തിരിച്ചു വന്നപ്പം പറഞ്ഞത്, നമ്മളെല്ലാവരും ഈ പ്ലാനറ്റ് എർത്തിൽ ഓരോ ക്രൂവാണ്.
അവരവിടെ കിടന്ന് ചന്ദ്രനെ കറങ്ങി, ചന്ദ്രനെ ചുറ്റും കറങ്ങിയതുപോലെ നമ്മൾ ഈ ഭൂമി സൂര്യനെ ചുറ്റും കറങ്ങുക. ആ ഭൂമിയിൽ ഇരിക്കുക നമ്മൾ ഓരോരുത്തരും. അവിടെ നിന്ന് നോക്കിയപ്പോഴേ അവരൊരു ഓർബിറ്റ് പോലെ ഭൂമി അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കർത്താവ് ഒരു ദൗത്യത്തിനായിട്ട് ഈ ഭൂമിയിലേക്ക് നമ്മെ വിട്ടിരിക്കുക. നമ്മളിവിടെ ഒരുമിച്ച് ഒരേ മനസ്സോടെ ഒരേ എല്ലാം ഈക്വലി അക്കൗണ്ടബിളാണ്, ഈക്വലി റെസ്പോൺസിബിളാ. ഒരാളുടെ മിസ്റ്റേക്ക് മതി നമുക്ക് ഈ ദൗത്യം ഫിനിഷ് ചെയ്യാവുന്നില്ല. എന്നിട്ട് റെസ്പോൺസ് ചെയ്തിട്ട് നമ്മളവിടെ ഇവരിവിടെ നിന്ന് ഭൂമിയിൽ നിന്നാണ് ഇവരെ ഡയറക്ഷൻ കൊടുക്കുന്നത്. ഭൂമിയിൽ നിന്നാണ് എന്തെങ്കിലും ഒരു അൺവാണ്ടഡ് ഒബ്ജക്റ്റോ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇവരുടെ മിഷൻ തിരിച്ചു വിടുന്നതെല്ലാം ഭൂമിയിൽ നിന്നാണ്. അതുമാതിരി ഭൂമിയിലേക്ക് ദൈവം നമ്മെ അയച്ചിരിക്കുക. നമ്മളിവിടെ ഗൈഡ് ചെയ്യുന്നതും നമ്മുടെ മുഴുവൻ കൺട്രോളും ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു ചെല്ലുന്നിടത്തോളം വരെയും ഈ ഭൂമിയിൽ നമുക്ക് ഇതുപോലൊക്കെയുള്ള എന്താ പറയുന്നത്, ഈ പോരാട്ടങ്ങൾ ഇതിനെല്ലാം അതിജീവിച്ചിട്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. ഹല്ലേലൂയ. നമുക്ക് മലാക്കിയിലേക്ക് തിരിച്ചു വരാം. നമ്മൾ വായിച്ച വാക്യം മലാക്കി 3:1 മുതലുള്ള വാക്യത്തിലെ അതിൻ്റെ 1-ാം വാക്യത്തിലെ, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിനെ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം കർത്താവ് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കും. നമുക്കറിയാം, ഇത് കർത്താവായ യേശുക്രിസ്തു വരുന്നതിന് മുമ്പായിട്ട് ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ യോഹന്നാൻ സ്നാപകനെ എന്ത് ചെയ്തു? ദൈവം എന്ത് ചെയ്തു? അയച്ചു. അങ്ങനെ കർത്താവ് വരുന്നതിന് 6 മാസം മുമ്പേ യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശുശ്രൂഷ ചെയ്തു. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുക, പെട്ടെന്ന് നിയമദൂതനുമായവൻ പെട്ടെന്ന് മന്ദിരത്തിലേക്ക് വരും. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പറയുക. അഗ്ഗായിയുടെ പുസ്തകത്തിലെ അഗ്ഗായി ഈ കാര്യം പറയുമ്പോഴേ, ആലയത്തിൻ്റെ മഹത്വത്തെ പറ്റി പറയുമ്പോഴേ, ഈ ആലയത്തിൻ്റെ മഹത്വം അഗ്ഗായി 2:7 ഞാൻ സകല ജാതികളെയും ഇളക്കും, തങ്ങളുടെ നിക്ഷേപങ്ങളൊക്കെയും വരും, ഞാൻ ഈ ആലയത്തെ മഹത്വം കൊണ്ട് നിറയ്ക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ ആലയത്തിൻ്റെ മഹത്വം പിന്നത്തെ മഹത്വം മുമ്പത്തേതിലും എന്ത് ചെയ്യാം? വലുതായിരിക്കും. അവിടെ കർത്താവായ യേശു ക്രിസ്തു ആലയത്തിൽ വരുന്നതിനെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് ഇവിടെ ഈ ആലയത്തിലോട്ട് വരുമ്പോൾ ചില സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക? സംഭവിക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലയത്തിൽ എന്ത് ചെയ്യും? ഒരു ശുദ്ധീകരണ പ്രക്രിയ നടക്കും. ഹല്ലേലൂയ. യേശു ആലയത്തിലോട്ട് വന്നപ്പോഴേ അവിടെ എന്ത് ചെയ്യായിരുന്നു? കുറച്ച് പേര് വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യായിരുന്നു. കർത്താവ് എന്ത് ചെയ്തു? ഒരു ചമ്മട്ടി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന്, ഹല്ലേലൂയ, അവിടെ നിന്നുള്ള അനാവശ്യമായ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും 1 രൂപയ്ക്ക് 2 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാവിനെയും കോഴിയും ഒക്കെ വിൽക്കുക. ഇതൊന്നും കർത്താവിനെ യാഗമർപ്പിക്കാനല്ല, ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടിയാ. ഇതിലൊന്നും ദൈവം എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള ആലയത്തിൽ ഇങ്ങനെയുള്ള യാതൊരു യാഗവസ്തുവിലും ദൈവം എന്ത് ചെയ്യുക? പ്രസാദിക്കുന്നില്ല. അങ്ങനെ ഞാൻ ഇച്ഛിച്ചിട്ടില്ല. അപ്പം കർത്താവ് ആ ആലയത്തിലോട്ട് വരുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് എന്ത് ചെയ്യുക? ഒരു ചമ്മട്ടി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന്, ഹല്ലേലൂയ, എല്ലാവരും എന്ത് ചെയ്യുക? അങ്ങോട്ട് അങ്ങ് ഇറക്കി. ഹല്ലേലൂയ. അപ്പം കർത്താവ് ആലയത്തിലോട്ട് വരുമ്പോൾ ഒരു ശുദ്ധീകരണം ആലയത്തിൽ നടക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ ഇന്ന് നമ്മളെ എന്ത് ചെയ്യുക? കർത്താവ് എന്ത് ചെയ്യുക? ഒരു ആലയമാക്കി ദൈവം എന്ത് ചെയ്യുക? നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുക, ഇല്ലേ? ഇന്ന് കൊരിന്ത്യലേഖനത്തിൽ പറയുമ്പോഴേ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ ആലയത്തിലോട്ട് വരുമ്പോൾ ഈ ആലയം ഒന്ന് ശുദ്ധീകരണം ആയില്ലെങ്കിൽ, ഒരു ശുദ്ധി ആയില്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അവിടെ നടക്കത്തില്ല. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ പ്രവൃത്തി നടത്തണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ച് ദൈവത്തിന്റെ ഒരു ഹിതം നമുക്ക് ഈ ഭൂമിയിൽ നിറവേറ്റണമെങ്കിൽ എന്ന് പറഞ്ഞാൽ സിഗ്നൽ ഇങ്ങോട്ട് കിട്ടത്തില്ല. ഈ ഭൂമിയിൽ നിന്ന് ഒരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഒരു ആർട്ടമീസ് 2 ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ കൺട്രോൾ, അത് ഭൂമിയിൽ നിന്ന് അനേക കിലോമീറ്റർ, 2 lakhs കിലോമീറ്റർ മേളിൽ ദൂരെ പോയി കഴിഞ്ഞാലും അതിൻ്റെ കൺട്രോൾ എന്ത് ചെയ്യുക? ഇവിടെ ഭൂമിയിൽ നിന്ന് കൺട്രോൾ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ പിടിച്ചാൽ കിട്ടത്തില്ല. അത് എവിടെയോ പോയി ഇത് പോകണം. അതാണ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കർത്താവിൽ നമ്മൾ ആശ്രയിച്ചില്ലെങ്കിൽ, ആ ഒരു കൺട്രോളിൽ അല്ലെങ്കിൽ
നമ്മൾ പോകുന്നത് വലിയൊരു ആഴത്തിലേക്കാണ് എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ ഒരു വലിയൊരു ആഴത്തിലേക്ക് നമ്മളങ്ങ് നീങ്ങിപ്പോകും. പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല ഒരിക്കലും. അതിൻ്റെ അട്രാക്ഷനിലോട്ട് കയറി കഴിഞ്ഞാൽ, ഈ ചന്ദ്രനിലെ അട്രാക്ഷനിൽ അത് അവിടെ പിടിച്ച് നിന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രഹങ്ങളുടെ അട്രാക്ഷനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ പിടിച്ചാൽ കിട്ടത്തില്ല. കോടി കോടി കിലോമീറ്റർ ദൂരത്തേക്ക് അതെന്ത് ചെയ്യും, വലിച്ചുകൊണ്ട് അതിനെ അങ്ങ് പോകും. ആണ് ഈ സാത്താൻ്റെ ആഴങ്ങൾ എന്നൊക്കെ പറയുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മുടെ കൺട്രോളിലാണ്. കർത്താവ് നമ്മുടെ നമ്മുടെ നിയമ ദൂതനാണെങ്കിൽ നമ്മൾ ആ കർത്താവിനെ ഒബേ ചെയ്യുമ്പോൾ, ആ കർത്താവിൻ്റെ കൽപ്പനയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മൾ ആ വലയത്തിലാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത് നിയമദൂതൻ. നിയമദൂതൻ എന്ന് പറയുമ്പോഴേ ആ മരണത്തോണ്ടാണ് കർത്താവിന്, യേശുക്രിസ്തുവിന്റെ മരണം കൊണ്ടാണ് നിയമം എന്ത് ചെയ്യുന്നത്, ഉറപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം, കാൽവറി മരണത്താൽ ഹല്ലേലൂയ നമുക്കൊരു രക്ഷ വന്നു. ഹല്ലേലൂയ. ആ രക്ഷയിൽ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ആ കർത്താവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ, ആ രക്ഷിതാവിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ആ കൺട്രോൾ കർത്താവ് അങ്ങ് ഏറ്റെടുക്കുക. ജീവിതത്തിന്റെ കർത്താവും ദൈവവുമായി ദൈവം നമ്മളെ അങ്ങ് മാറ്റുക. അങ്ങനെ ആ ഒരു ജീവിതത്തിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആകുന്നതിനാണ് നമ്മൾ ഈ പറയുന്ന രക്ഷാ ദിവസം, രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. അതാണ് നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിൻ്റെ നാളോളം അതെന്ത് ചെയ്യും, തികയ്ക്കും. ഹല്ലേലൂയ. അത് തികയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ എന്ത് ചെയ്യുന്ന, ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെ, ഊതിക്കഴിച്ചവൻ്റെ അവൻ ഊതിക്കഴിക്കുന്നവൻ്റെ തീ പോലെയും, രണ്ടാം വാക്യം, അലക്കുന്നവൻ്റെ ചാരം പോലെയും ആയിരിക്കും. ഹല്ലേലൂയ. ഈ ഊതിക്കഴിക്കുന്നവൻ്റെ തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ എന്ത് ചെയ്യുന്നതാണ്, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ എന്താണ്, അവൻ നിങ്ങളെ തീ കൊണ്ട് എന്ത് ചെയ്യും, സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതേ ഉള്ളൂ, എന്നാൽ എനിക്ക് പിന്നായി വരുന്ന ഒരാൾ എന്ത് ചെയ്യും, നിങ്ങളെ തീ കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും സ്നാനം കഴിപ്പിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ ഒരു ഊതി കഴിക്കുന്നവൻ്റെ തീ എന്നല്ല. ഇപ്പം നമ്മുടെ ഈ സ്പേസ് ഒക്കെ ഈ ഭൂമിയിലോട്ട് വന്നപ്പോഴേ അതിൻ്റെ അകത്തെ ടെമ്പറേച്ചർ 22 ഡിഗ്രി ആണെങ്കിലും പുറത്തെ ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയാമോ, 5000 മേളിൽ ടെമ്പറേച്ചറാണ്. ഹൈ സ്പീഡിൽ ഇങ്ങനെ വരുമ്പോഴേ അതിൻ്റെ ഓർബിറ്റിൽ അങ്ങ് ഭയങ്കര തീ. അതുകൊണ്ട് ഈ ഊതിക്കഴിക്കുന്നതിൻ്റെ തീ എന്ന് പറയുന്ന ഈ സ്വർണ്ണമൊക്കെ ഉരുകുന്ന, വെള്ളിയൊക്കെ ഉരുകുന്ന ടെമ്പറേച്ചറാണ്. അത് സാധാരണ ഊതി 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 അതങ്ങ് ടെമ്പറേച്ചർ അങ്ങ് വർദ്ധിച്ച് ആ ഇരുമ്പൊക്കെ അങ്ങ് ലിക്വിഡ് ആകുമ്പോഴേ, ആ മെറ്റലൊക്കെ ലിക്വിഡ് ആവുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ടെമ്പറേച്ചർ അല്ല. അതെങ്ങനെ അത്രയും ടെമ്പറേച്ചർ കൂടി ഇത് കടന്നു പോകുമ്പോൾ ഈ സ്വർണത്തിന്റെ അഴുക്കുകളൊക്കെ എന്ത് ചെയ്യുക, അങ്ങ് മാറി സ്വർണം എന്ത് ചെയ്യുക, അങ്ങ് ശുദ്ധിയാകുക. പിന്നെ അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുക. ലൈറ്റൊക്കെ അതിൻ്റെ മുന്നിൽ വീണ് കഴിഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്യും. ഈ സ്വർണ്ണമൊക്കെ ഇന്ന് കറുത്ത കരിച്ചിരിക്കുന്ന സ്വർണ്ണമൊക്കെ നല്ല വെട്ടി തിളങ്ങും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കറയും കളങ്കവും ചുളുക്കവും ഒന്നുമില്ലാത്ത ശുദ്ധവും ശുഭ്രവുമായ ഒരു മണവാട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ തീ കൂടെ പോകുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കർത്താവ് കഷ്ടതയിൽ കൂടെ നമ്മളെയൊക്കെ കണ്ടെത്തി, ഹല്ലേലൂയ, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ശോധന ചെയ്ത്, അതാണ് എന്നെ അവന് ശോധന ചെയ്താൽ യോ പറയുന്നത് എങ്ങനെയാ, ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഹല്ലേലൂയ. ആ ഒരു ശുദ്ധീകരണം എന്ത് ചെയ്യുന്നു, കർത്താവ് ആലയത്തിൽ വരുമ്പം സംഭവിക്കും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ആലയത്തിൽ കർത്താവ് ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. കർത്താവ് ആ യേശുക്രിസ്തു ആലയത്തിലോട്ട് വന്നപ്പോൾ ഒരു ചമ്മട്ടി അങ്ങോട്ട് എടുത്ത് വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും ഒക്കെ എടുത്ത് ഓടിച്ച് കളഞ്ഞിട്ട് എന്ത് ചെയ്തു, അവിടെയുള്ള രോഗികളെ മുഴുവൻ എന്ത് ചെയ്തു, സൗഖ്യമാക്കി. അവർക്ക് ഒരു ദൂത് കൊടുത്തു, അവർക്ക് ഗൈഡൻസ് അവിടെ കൊടുത്തു. കർത്താവ് അവിടെ നീ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഈ ആലയം നിങ്ങൾ പൊളിപ്പീൻ, 3 ദിവസം കൊണ്ട് ഞാനിതിനെ പണിയും. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ആ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആലയം പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെ കാണിക്കുക. അപ്പോഴിവിടെ പറഞ്ഞത് ഈ നിയമദൂതനാകുന്നെന്ന് പറഞ്ഞ ഒരു നിയമം അവിടെ, എവർലാസ്റ്റിംഗ് ഒരു നിയമം. അതായത് യിരെമ്യാവിൽ പറയുമ്പോഴേ ഞാൻ നിത്യസ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചിരിക്കുന്ന ആ നിയമം അവിടെ ഉറപ്പാക്കണമെങ്കിൽ ഒരു മരണം സംഭവിക്കണം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ആ മന്ദിരം എന്ന് പറഞ്ഞ പൊളിപ്പീൻ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്റെ ശരീരമാകുന്ന മന്ദിരം, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോൾ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി അവിടുന്ന് ദാനം ചെയ്തപ്പോൾ
അതിനെ കർത്താവ് എന്ത് ചെയ്തു? അതിൽ കൂടെ വന്ന രക്തത്താൽ നമുക്കൂടെ നിത്യ രാജ്യത്തിലേക്ക് ഒരു എൻട്രൻസ് കിട്ടി. ഹല്ലേലൂയ. അപ്പൊ ആ ഒരു രൂപാന്തരം, ഹല്ലേലൂയ, ഒരു മരണം നമ്മളിൽ സംഭവിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറയാം? നമ്മൾ ആ കർത്താവിന്റെ മരണത്തോട് എന്ത് ചെയ്യുക? അനുരൂപമാകുന്നില്ല. അതാണ് പൗലോസ് പറയുന്നത്, അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അനുഭവിച്ചവൻ അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഒന്ന് അനുഭവിച്ചറിയണം. ഹല്ലേലൂയ. ആ കർത്താവിനോടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ മാത്രമേ ആ മരണത്തെ നമുക്കൊന്ന് അനുഭവിച്ചറിയാൻ പറ്റത്തുള്ളൂ. ആ മരണം നമ്മൾ സംഭവിക്കുന്ന പ്രോസസ്സിനാണ് പറയുന്നത് ഊതി കഴിച്ച് നമ്മളെ ഒന്ന് തീയിൽ കൂടി ഒന്ന് ശുദ്ധീകരിച്ച്, അടുത്ത വാക്യം പറയുമ്പോഴേ, അലക്കുന്നവരുടെ ചാരവെള്ളം പോലെ ആയിരിക്കും. നൈട്രേറ്റ്, ഇംഗ്ലീഷ് പറയുമ്പോഴേ നൈട്രേറ്റ് കൊണ്ട് അലക്കുക, നല്ല സാധാരണ സോപ്പൊന്നും അല്ല, സകല കറയും പോകുന്ന സ്പെഷ്യൽ പിന്നെ ഒരു എന്താണ് പറയുന്നത് ലിക്വിഡാണ് ഈ അലക്കുന്നവന്റെ എന്താ പറഞ്ഞിരിക്കുന്നത്, ചാരവെള്ളം ഇല്ലേ? അദ്ദേഹം ജെരമ്യാവിൽ അത് വീണ്ടും അത് പറഞ്ഞിട്ടുണ്ട്. കവർപ്പെന്നാണ്, നൈട്രേറ്റ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെൻട്രേറ്റ് ഒരു സൊല്യൂഷനിൽ കൂടെ, സാധാരണ സോപ്പ് സൊല്യൂഷൻ അല്ല, ഒരു 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 ചാരവെള്ളം എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ അങ്ങോട്ട് കടന്നു പോകുമ്പോഴത്തേക്ക് ഒരുപാട് യോന ഈ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നപ്പോഴേ എന്തുമാത്രം കെമിക്കലാ മത്സ്യത്തിന്റെ വയറ്റിലുള്ള ആ കെമിക്കലൊക്കെ ശരീരത്തോട് വീണപ്പോഴത്തേക്ക് യോനയ്ക്ക് എന്ത് ചെയ്തു? കണ്ണങ്ങ് തുറന്നു. ഹല്ലേലൂയ. യോന അവിടെ കിടന്ന് ഒരു പ്രാർത്ഥനയൊക്കെ അങ്ങ് പ്രാർത്ഥിച്ചു, കർത്താവേ രക്ഷ ദൈവത്തിൽ നിന്ന്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു രക്ഷയിലേക്ക് നമ്മളെ നയിക്കണം, ഒരു പ്രോസസ്സിലേക്ക് നയിക്കണമെങ്കിൽ അതുപോലുള്ള ആ ലിക്വിഡ്, ഹല്ലേലൂയ, അതങ്ങോട്ട് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു അലക്കങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു പുതിയൊരു സൃഷ്ടിയായിട്ട്, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരു സൃഷ്ടിയാക്കുക. അപ്പം ഇങ്ങനെയുള്ള ഒരു യാഗ വസ്തുവിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടെ നടന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി ആ ഒരു തീയിൽ കൂടെ ശോധന ചെയ്ത, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഉരുപ്പടിയാക്കി മാറുന്ന വ്യക്തി ഒരു പുതിയ മനുഷ്യനാണ്. അതാണ് ഒരു പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ എന്ത് ചെയ്യാം? പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഹല്ലേലൂയ. അപ്പൊ ഇത് ഒരു ദിവസം കൊണ്ട് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് പറയുന്ന ഒറ്റ ഒരു വാക്കുകൊണ്ട് നമ്മൾ ശരിയാകുന്നില്ല. നമ്മുടെ ആ ഒരു പ്രോസസ്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ദൈവം നമ്മളെ എന്ത് ചെയ്യുക? വൺ ബൈ വൺ ആയിട്ട്, ഡേ ടു ഡേ ആയിട്ട് ആ ഫൈനൽ പോയിന്റിലേക്ക് ശുദ്ധീകരിച്ചുകൊണ്ട് പോവുക ഓരോ ദിവസവും. ഹല്ലേലൂയ. അപ്പോൾ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു യാഗ വസ്തുവായി ആണ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ശരീരങ്ങളെ, റോമാലേഖനം 12:1 നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ഹിതവും പ്രസാദവുമായ ഒരു യാഗമായി സമർപ്പിപ്പീൻ. ഹല്ലേലൂയ. ഈ മലാക്കിയിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവൻ നീതിയാൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കാൻ. 4-ാം വാക്യത്തിലെ, അന്ന് യഹൂദിയുടെ യെരുശലേമിന്റെ വഴിപാട് പുരാതന കാലത്തെന്ന പോലെയും പണ്ടത്തെ ആണ്ടുകളിൽ എന്ന പോലെയും യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കും. ഈ പണ്ടത്തെ പ്രസാദകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം യാഗം കഴിച്ചത് എന്ത് ചെയ്യുക? ആബേലും കായീനും കൂടെ യാഗം കഴിച്ചു. അപ്പോഴേ ഈ ആബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണത്തെ സൂചിപ്പിക്കുക. കർത്താവായ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ മരണത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക്, അവന്റെ മരണത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നീ മരിക്കുകയാണെങ്കിൽ നിന്നെയും എന്ത് ചെയ്യും? ഉയർപ്പിക്കും. ഹല്ലേലൂയ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ മരണത്താൽ മാത്രമേ ഒരു ഉയർപ്പുള്ളൂ. അതാണ് പൗലോസ് പറഞ്ഞാൽ ക്രിസ്തുവിനത്തെ എന്ത് ചെയ്യാ? ദിവസേന മരിക്കുന്നു. നമ്മുടെ ഈ പഴയ മനുഷ്യൻ, അവന് ഭയങ്കര ദ്രോഹം നമ്മളെ ചെയ്ത് നമ്മളെ പാപത്തിലേക്ക് വലിച്ച അട്രാക്ഷൻ അങ്ങനെ. ഇപ്പൊ ഈ ഭൂമിയുടെ ഓർബിറ്റിൽ നിന്ന് ഒരാൾ മേപ്പോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുക? ഭൂമിയിലേക്ക് എന്ത് ചെയ്യുക? ഈ ഓർബിറ്റിനെ വലിക്കും. എന്നാൽ ആ ഫോഴ്സിനെ ഓവർകം ചെയ്തെങ്കിൽ മാത്രമേ ഭൂമിയുടെ ഓർബിറ്റിൽ നിന്ന് ആ വസ്തുവിന് പുറത്തു പോകാൻ പറ്റുള്ളൂ. അതുമാതിരി ആ പഴയ മനുഷ്യന്റെ അട്രാക്ഷനിൽ നിന്നും നമ്മളെ ഒന്ന് എടുത്ത് ഉരിഞ്ഞു കളഞ്ഞിട്ട് ആ ക്രിസ്തുവിനെ ഒന്ന് ധരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, അതിനുവേണ്ടിയുള്ള ഈ പ്രോസസ്സാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ആ തീയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ ആ മരണത്തെ, ആ പഴയ മനുഷ്യൻ മരിക്കണം. ഹല്ലേലൂയ. ആ പഴയ മനുഷ്യന്റെ മരണത്തെ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ അവനെ ആണിയടിച്ച് അവനെ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ ഈ പുതിയ മനുഷ്യൻ എന്ത് ചെയ്യുള്ളൂ? ജീവിക്കുകയുള്ളൂ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു ഊനമില്ലാത്ത
ലേവ്യ പുസ്തകം 22:20 വായിക്കുമോ? പഴയ യാഗത്തെ പറ്റി അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഹാബേല് നിങ്ങൾ അർപ്പിക്കരുത്, അതിനാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുകയില്ല. ഒരുത്തൻ നേർച്ച നിവർത്തിക്കായിട്ടോ സ്വമേധമായിട്ടോ ഹോവയ്ക്ക് മാടുകളിൽ നിന്നാകട്ടെ ആടുകളിൽ നിന്നാകട്ടെ ഒന്നിനെ സമാധാനമായിട്ട് അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകത്തക്കവണ്ണം ഊനമില്ലാത്തതായിരിക്കണം. അതിനൊരു ഉണ്ടായിരിക്കരുത്, ഒരു കുറവുണ്ടായിരിക്കരുത്. താഴോട്ട് വായിക്കുമ്പോഴേ കുരുടെ, ചതവ്, മുറിവ്, മുഴ, ചൊറി, പുഴുക്കടി ഇങ്ങനെ യാതൊന്നും യഹോവയ്ക്ക് അർപ്പിക്കരുത്. ഇവയിൽ ഒന്നിനും യഹോവ യാഗപീഠത്തിന്മേൽ അനന്യാഗമായി അർപ്പിക്കരുത്. ആ പഴയ ആ ആ യാഗത്തിൽ പ്രസാദിക്കുന്ന പോലെ ഇന്ന് കർത്താവ് പ്രസാദിക്കണം. ഇവിടെ ഈ ചൊതവ്, മുറിവ്, പുഴുക്കടി എന്നൊക്കെ പറയുന്ന കാര്യങ്ങള് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നതാണ് എന്ന് പറയുന്നത്. ഇന്ന് പുതിയ നിയമത്തിൽ വരുമ്പോഴേ ശൗമേൽ പറയുമ്പോഴേ അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിന് നല്ലത്. അപ്പൊ അനുസരണം, കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിക്കുക, നമ്മുടെ കർത്താവിന്റെ വചനത്തിൽ നമ്മൾ ഒബേ ചെയ്യുക. ഈ വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഒബേ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഊനമുള്ളതായി മാറും. ഹല്ലേലൂയ. അപ്പോൾ ഒരു അനുസരണം നമ്മൾ ഈ വരണമെങ്കിൽ ഈ ആനയൊക്കെ പിടിച്ചോണ്ട് വന്ന് കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഒരു നാട്ടാനെ ആക്കണമെങ്കിൽ എന്തുമാത്രം അടിയൊക്കെ ഈ ആനയ്ക്ക് കിട്ടിയിട്ട് വേണം അത് അത്രയൊന്ന്. നമ്മൾ ഇരിയാന എന്നൊക്കെ പറയുമ്പോൾ ആന അങ്ങ് ഇരിക്കുക. ആ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ആനയുടെ അടുക്കലോട്ട് പോകണം. ഒന്ന് ചീറ്റുമ്പോഴേ നമ്മൾ 4 കാലം ഓടും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഴും. എത്ര മിടുക്കൻ ഓടിയെന്ന് പറഞ്ഞാലും അതോടെ തട്ടി വീഴുകയും ചെയ്യും. ആനയുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചവിട്ടും കിട്ടുകയും ചെയ്യും. അതുമാതിരിയും ഉള്ള ആനയെ നാട്ടിൽ കൊണ്ടുവന്ന് എന്തുമാത്രം പ്രോസസ്സ് ചെയ്തിട്ടാണ് അതിനെ ഒന്ന് നമ്മുടെ മുന്നിലൊക്കെ പിടിച്ച് നിർത്തുന്നത്. ഹല്ലേലൂയ. അതുമാതിരിയും നമ്മൾ എന്ത് ചെയ്യാം, ഒരു പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിൽ നടക്കണം. അതിനു വേണ്ടിയാണ് ഉരുക്കി നമ്മളെ എന്ത് ചെയ്യുന്നത്, കർത്താവ് ഒരു ഉരുക്കുന്ന അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ എന്ത് ചെയ്യാം, നമ്മളെ കർത്താവ് ആ ചാരത്തിൽ കൂടെയും ഈ തീ കൂടെയും എന്ത് ചെയ്യാം ഒന്ന് നടത്തുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു രൂപാന്തരം, ഒരു പ്രോസസ്സിങ്, ഒരു യാഗവസ്തു ഒരു യാഗപീഠത്തിൽ മേൽ വച്ച് അത് ശരിക്കും ഒന്ന് കത്തി ഒന്ന് റെഡി ആകണമെങ്കിൽ ഹല്ലേലൂയ ചില പ്രോസസ്സിൽ കൂടെ അത് നമ്മളൊരു മരണം അവിടെ സംഭവിക്കണം. ഹല്ലേലൂയ. ആ മരണത്തോട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, അനുരൂപം ആകുക. ഹല്ലേലൂയ. പൗലോസ് ഇത് പറയുമ്പോഴേ നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം എന്ത് ചെയ്യാം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാകുന്നു. ഹല്ലേലൂയ. ഇങ്ങോട്ട് നേരിട്ട് അപ്പൊ ഇന്ന് ഈ ലോകത്തിലെ ഈ കഷ്ടങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നിത്യതയെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതെന്ത് ചെയ്യാം, ഒരു നോടി നേരം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ആ നോടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം ഹല്ലേലൂയ അത് നമുക്കൊരു നിത്യരാജ്യത്തിലേക്കുള്ള ഒരു വലിയൊരു ഒരു നിത്യ യുഗങ്ങൾ കർത്താവിനോട് കൂടെ വസിക്കാനുള്ള ഒരു എൻട്രൻസ് ആക്കി തരിക. ഹല്ലേലൂയ. അപ്പൊ ഈ കഷ്ടങ്ങളിൽ കൂടെ ഒക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഭാരപ്പെടാതെ എൻ്റെ കർത്താവ് എന്നെ എന്ത് ചെയ്യുക, ആ അലക്കുന്നവന്റെ ചാരം പോലെയും ഹല്ലേലൂയ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും എന്നെ ഒന്ന് ലേവ്യപുത്രന്മാരെ, എങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ലേവ്യപുത്രന്മാരെ ഹല്ലേലൂയ ഇരുന്ന് കൊണ്ട് ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. ഹല്ലേലൂയ. നിർമ്മലീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യോഹന്നാനി പറഞ്ഞിരിക്കുന്നതിന് അവനിൽ പ്രത്യാശയുള്ളവൻ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. ഹല്ലേലൂയ. ഈ അഴുക്കും പുഴുക്കും ഉള്ളതും ഒന്നും അവിടെ വേണ്ട ഇല്ലേ. എഫേസ്യ ലേഖനത്തിൽ പറയുമ്പോഴേ കറ ചുളുക്കം മാലിന്യമുള്ള ഒന്നിനെയുമല്ല, ഒരു ശുദ്ധവും ശുഭ്രവുമായ ഒരു നിർമ്മല മണവാട്ടി, അതാണ് സ്വർഗീയ, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് പെർഫെക്ഷൻ. നമ്മൾ ഇവിടെ ഈ മൂണിൽ ചെന്ന് ഈ ഭൂമിയൊക്കെ നോക്കുമ്പോഴേ ഈ സൂര്യനെയൊക്കെ നോക്കുമ്പോൾ എന്ത് മനോഹരമായിട്ടാണ് കാണുന്നത് അറിയാമോ. നമ്മൾ ഈ ഭൂമിയിലൊക്കെയുള്ളത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ബ്ലൂ കളറില് എന്ത് മനോഹരമായിട്ടാണ് ദൈവം ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാം പെർഫെക്ഷനാണ്. ഒരു ആപ്പിൾ എടുത്ത് നോക്കാം, ഒരു ഓറഞ്ച് എടുത്ത് നോക്കാം, അതിന് വേണ്ട ഒന്നും ഇനി കൂടുതലും വേണ്ട കുറവും വേണ്ട, പെർഫെക്റ്റ് ആയിട്ടാണ് കർത്താവ്
നിർമ്മിച്ചിരിക്കുന്നത്. ഇവൻ മനുഷ്യനെ നോക്കിക്കോണേ, ആരെങ്കിലും എന്തെങ്കിലും ഒരു വിരലിന്റെ ഒരു വിരലൂടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോയി എന്ത് ചെയ്യും? ഓപ്പറേറ്റ് ചെയ്ത് ആ വിരല് 5 വിരൽ 6 വിരലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്, എല്ലാം കളി ഊനമില്ലാത്തതായിരിക്കണം. ഹല്ലേലൂയ. അത്തുമാതിരി ഒരു മണവാട്ടിയാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? ചേർത്ത് വരുന്നത്. ഹല്ലേലൂയ. അപ്പോഴേ ഈ കർത്താവ് ഈ ആലയത്തിലേക്ക് വന്നപ്പോൾ ഒരു ചമ്മട്ടി ഉണ്ടാക്കി എന്ത് ചെയ്തു? എല്ലാവരും എന്ത് ചെയ്തു? പൊൻവാണികക്കാരെയും എല്ലാവരും മേശകളെയൊക്കെ അങ്ങോട്ട് മറിച്ചിട്ട് ഈ പ്രാവിനെയൊക്കെ ഇട്ട് അഴിച്ചിട്ട് എൻ്റെ പിതാവിന്റെ ആലയത്തെ എന്ത് ചെയ്യരുത്? വാണിഭശാല ആക്കരുത്. അവിടെ എഴുതിയിരിക്കുന്നു, അവന്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവെന്നെ തിന്നു കളഞ്ഞിരിക്കുന്നു എന്ന് ഓർത്തു. ഒരാലയം എത്രമാത്രം ശുദ്ധിയാകണം എന്നുള്ളത് കർത്താവ് അവിടെ ഓർപ്പിക്കുക. അതാണ് എരിവ്. ഇല്ലേ? യോഹന്നാൻ 2:13 യോഹന്നാൻ 2 സുവിശേഷമാണ്. ആ 2 യോഹന്നാന്റെ സുവിശേഷം 2:13 യഹൂദന്മാരുടെ പെസഹ ആയതുകൊണ്ട് യേശു യെരൂശലേമിലേക്ക് പോയി. ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്പട്ടി ഉണ്ടാക്കി ആടുകളോടുകൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുകയും എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കരുതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് അതിന്റെ എന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവന് അതാണ് 19 വാക്യത്തില് യേശു അവരോട് ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. അതെ. അപ്പം അവന്റെ ശരീരം എന്ന മന്ദിരത്തെ 21 വാക്യം, അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച് അത്രേ പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പോഴേ ഈ ശരീരം എന്ന മന്ദിരം ഒന്ന് പൊളിയണം. ഹല്ലേലൂയ. എന്നിട്ടുമാണ് എന്ത് ചെയ്യണം? കർത്താവിന് എന്ത് ചെയ്യാം? ആണ് ഈ ശരീരമായ മന്ദിരം എന്ന് പറഞ്ഞാൽ അവിടെ ഈ പൊൻവാണിഭക്കാരെ, കാള, ആട്, ചമ്മട്ടി ഇങ്ങനെ വിൽക്കുന്ന, അതാണ് പറഞ്ഞത് എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയായിരിക്കുന്നു. ഈ ഗുഹയൊന്ന് മാറിയിട്ട്, അതാണ് ഈ പഴയ മനുഷ്യനൊന്ന് ഒരിഞ്ഞു കഴിഞ്ഞിട്ട് ആ പുതിയ മനുഷ്യനെ ഒന്ന് നമ്മൾ ധരിക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുക? കർത്താവ് അതിനകത്ത് വസിക്കാൻ സാധിക്കത്തുള്ളൂ. ഇരമ്യാവ് 7:11 പറഞ്ഞിരിക്കുന്നു, എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം, അതാണ് കർത്താവ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്, എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയം കള്ളന്മാരുടെ ഗുഹയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അത് അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. മറ്റും മത്തായി 21:13 പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആലയം പ്രാർത്ഥന. രണ്ടാമത് കർത്താവ് ആലയത്തിൽ വന്നപ്പോഴേ, കർത്താവിന്റെ മരണത്തിന് മുമ്പായിട്ടും ഒരു പ്രാവശ്യം എന്ത് ചെയ്തു? ആലയത്തിൽ വന്നിട്ട് ആലയം എന്ത് ചെയ്തു? ശുദ്ധീകരിച്ചു. ഹല്ലേലൂയ. അപ്പോഴേ 2 കൊരിന്ത്യയിൽ പറയുന്ന പോലെ നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയം. വാക്യം വായിക്കോ, 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലെ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായി തീരും. ഹല്ലേലൂയ. അപ്പോഴേ അതില് നാം എന്ത് ചെയ്യണം? അവരിൽ നിന്ന് വേർപെടണം. ലോകത്തിൽ നിന്ന്, ലോകം, ജഡം, പിശാചിൽ നിന്ന് ഒരു വേർപാട് കാണിച്ച് ദൈവരാജ്യത്തിന്റെ ഫോക്കസിൽ നമ്മൾ ആകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ? കർത്താവിന്റെ പ്രവൃത്തി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരവസ്ഥയ്ക്കാണ് ഈ പറയുന്നത് പുതിയ യെരൂശലേം. പഴയ യെരൂശലേം അല്ല, പുതിയ യെരൂശലേം എന്ന മണവാട്ടി. കർത്താവിന്റെ കാന്തയെ പറ്റി പറയുമ്പോൾ ശുദ്ധവും ശുഭ്രവുമായ ഒരു കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാം? പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്യാം? തേജസ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലെ തേജസ്സോടെ എന്ത് ചെയ്യുക? അതിശോഭയോടെ ഇറങ്ങി വരിക. ഹല്ലേലൂയ. അപ്പൊ അവിടുത്തെ ശോഭ എന്ന് പറയുന്ന ഈ മണവാട്ടിയുടെ ശോഭയാണ്. ഈ പൊന്നിരിക്കുന്നത് പോലെ നമ്മളിന്ന് കർത്താവ് ഒരു പ്രോസസ്സിൽ കൂടെ നടത്തും. ഹല്ലേലൂയ. അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യുക? ഈ മന്ദിരം പൊളിപ്പീൻ. ഹല്ലേലൂയ. ഞാനതിനെ പണിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഇനി ഒരു പുതിയൊരു ജീവിതം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കുന്നതാ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ എങ്ങനെയാ പറയുന്നത്? 21:22 സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ മന്ദിരം പൊള്ളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കർത്താവിന്റെ ആ മന്ദിരം സ്വർഗത്തിൽ നിത്യ യുഗം കർത്താവിനോടൊത്തായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്നെയാണ് അത് മന്ദിരം. നാമും ദൈവവും ഒന്നായി ചേരുന്ന അവസ്ഥ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും.
എത്ര പേരാ ഇരിക്കുന്നത്? നമ്മളെല്ലാവരും ഇങ്ങനെ എല്ലാവർക്കും വചനമാണ് കർത്താവ് ഇരിക്കുന്നിടത്ത് എല്ലാവരും കൂടെ കയറി വഴി നോക്കുക. അല്ല, നാം കർത്താവിലായിരിക്കുക. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സ്വഭാവത്തോടെ ഫിലിപ്പിയ ലേഖനം 2 എന്ന് പറയുന്നത് എന്താ? എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? അവന്റെ ആ അല്ല, അവന്റെ സ്വഭാവത്തോടെ ക്രിസ്തുവിന്റെ പാപം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും എല്ലാ നാമവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്ത് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം. ഹല്ലേലൂയ. യശയ്യാ പറയുമ്പോഴേ അവൻ എന്ത് ചെയ്യാം? ഉന്നതനെങ്കിലും ഉയരത്തിൽ വസിക്കുന്നവനും എങ്കിലും എന്ത് ചെയ്യാം? മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടെ വസിക്കുന്ന ദൈവം. ഹല്ലേലൂയ. വചനത്തിൽ സങ്കീർത്തനത്തിൽ പറയുമ്പോഴേ ഹൃദയം ഞുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തന്നവൻ രക്ഷിക്കുന്നു. ഈ തകർന്ന ഹൃദയം എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹംബിൾ ചെയ്യുക. ഹല്ലേലൂയ. തന്നെത്താൻ താഴ്ത്തുക, ഹംബിള്. ആ തകർന്ന ഒരു ഹൃദയത്തിന് മാത്രമേ ദൈവത്തോട് ക്ഷമിക്കുവാനും പറയാത്തുള്ളൂ. ദാവീദ് പറയുമ്പോൾ എന്ത് ചെയ്യുക? ദൈവമേ, മനസ്സൊരുക്കുള്ള ആത്മാവിനെ തരണം എന്നില്. സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ എന്ത് ചെയ്യുക? പുതുക്കണമേ. ഹല്ലേലൂയ. ആ പഴയതെല്ലാം അങ്ങ് പോയിട്ട് ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ വരണമെങ്കിൽ ക്ഷമയും താഴ്മയും, ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിലാകണം. അതായി വരുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ പരിശ്രമിക്കുന്നത്. ഹല്ലേലൂയ. ഒരു രൂപാന്തരം വരുത്തി നമ്മൾ എന്ത് ചെയ്യുക? ഒരു യാഗമാക്കി കർത്താവ് മാറ്റുക. അപ്പോൾ ഈ വഴിപാട് നമ്മൾ ഈ യാഗപീഠത്തിൽ വരുമ്പോഴേ എന്ത് ചെയ്യുക? നിന്റെ സഹോദരനോട് വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ വെച്ചിട്ട് പോയി എന്ത് ചെയ്യണം? ഇരുന്നോളുക. അതാണ് ഈ ഇന്ന് പുതിയ നിയമകാലത്ത് ഈ ഊനമുള്ളതെന്ന് പറയുന്നത്. ഇതാണ് ഊനം. ഈ ക്ഷമിക്കാത്തതും അനുസരിക്കാത്തതും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ഓടും. പിന്നെ പിള്ളേരില്ലേ, ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ഓടും. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കുക, നമുക്ക് ഈ കർത്താവിന്റെ ശബ്ദം ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ലോകത്ത് പല ശബ്ദങ്ങളുണ്ട്. സാത്താൻ പറയുന്നതുണ്ട്, നമ്മുടെ മാനുഷികമായ ശബ്ദമുണ്ട്. ആടുകൾ എന്നാ വചനം പറയുന്ന ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, അവയെ എന്ത് ചെയ്യുന്നു? അനുഗമിക്കുന്നു. ഇന്ന് ആ കർത്താവിന്റെ ശബ്ദത്തിന് ഈ സാറ്റലൈറ്റ് ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് വരുന്ന സിഗ്നൽ പിടിച്ചെടുത്ത് അവിടെ എങ്ങനെ റൗണ്ട് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നത് പോലെ ഇന്ന് ആ കർത്താവിന്റെ ശബ്ദം നമ്മൾ കേട്ടെടുക്കാൻ സാധിക്കുന്നുണ്ടോ? എളുപ്പമാ പറയാന്. ചിലപ്പോൾ സ്വപ്നത്തിൽ കൂടെ, ചിലപ്പോൾ നമ്മൾ ഒബേ ചെയ്യുമ്പോൾ, നമ്മൾ ഡിസൊബീഡിയൻ ചെയ്യുമ്പോഴേ ഈ ശബ്ദം നമ്മുടെ ഇന്ന് ഡിസ്കണക്ട് ആയി പോകും. ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞു വന്ന് റീസൺ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ശബ്ദത്തിനനുസരിച്ച് നമ്മൾ ഒബേ ചെയ്യാതെ പോകുമ്പോഴാണ് ഈ ആത്മാവ് ദുഃഖിക്കുന്നത്. അപ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നത്, നമ്മുടെ ഈ ബ്രെയിനിൽ അത് മനസ്സിലാക്കണം. ഇത് കർത്താവാണ്, എനിക്ക് മനസ്സിലാകുന്നുള്ളത് ട്യൂൺ ആകണം. അതിന് നമ്മുടെ ഈ കണ്ണുകൊണ്ട് നമുക്ക് പറ്റത്തില്ല. അതാണ് ഇപ്പോൾ എലീശയോട് പറയുമ്പോൾ, നിന്റെ കർത്താവെ ഇവന്റെ കണ്ണിനെ ഒന്ന് തുറക്കണമേ. അപ്പൊ ഈ കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ അകത്തെ ചെവിയാ, അകത്തെ കണ്ണും. ആ രണ്ടും ഒന്ന് തുറക്കാൻ ആണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? നമ്മളെ ഒരു പ്രോസസ്സിൽ കൂടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ആ ശബ്ദം നമ്മൾ കേൾക്കണം. അല്ലെ പലരും നമ്മളെ വന്ന് പറ്റിക്കും. അതാണ് ശരി, ഇതാണ് ശരി, ക്രിസ്തു അവിടെ ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകരുത്. ആ ഒരു ഉറപ്പ് നമ്മളിൽ തരുന്നത് നമ്മൾ സംസാരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാ. എൻ്റെ ഉള്ളിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ, ആ രീതിയിൽ നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യാം? ഒരു വലിയൊരു മന്ദിരമാക്കി ദൈവമായിട്ടുള്ള ഒരു അവിടെ മന്ദിരം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവം നമ്മളിൽ, നാം ദൈവമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമ്മൾ ഈ എന്താ പറയുന്നത്, ഈ ആഴി കിടന്നിങ്ങനെ കണ്ണും കാണും അറിയാതെ ആഴങ്ങളിൽ കിടന്നിങ്ങനെ അലയുന്നത് പോലുള്ള ഒരവസ്ഥ, ഉഴലുന്നവനായിത്തീരും. ഹല്ലേലൂയ. കായീനോട് പറയുന്നത് എന്താ? നീ ഭൂമിയിൽ ഉഴലുന്നവനായി, നീയും ദൈവമായിട്ടുള്ള കൺട്രോൾ പോയി. ആ ഒരു ഉഴൽച്ചയിൽ നിന്നും, ഹല്ലേലൂയ, നമ്മുടെ താഴ്ചയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? കോരി മാറുവടച്ച കർത്താവായ യേശു ക്രിസ്തു, ഹല്ലേലൂയ, അവനുമായിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് ഈ ദിവസം വരുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആ മലാക്കി തന്നെ ഒരു വചനമുണ്ട്, ചൂള പോലെ കത്തുന്ന. മലാക്കി 4:1 വായിക്കും.
ആരുടെ ഒന്ന് ഉം. ആരുടെ അപ്പൊ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആ എന്റെ നാമത്തിൽ എപ്പോഴും പോവും. നീതി സൂര്യൻ തന്റെ ചിറകിന് കീഴിൽ ലോകോപശാന്തിയോടുകൂടെ ഉദിക്കും. ഉദി നിങ്ങളും പുറപ്പെട്ട തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ആ ഞാൻ ഉണ്ടാക്കാവുന്ന ദിവസം ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൻ കീഴിൽ വെണ്ണീറായിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയുന്ന യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞാൽ ചൂള പോലെ ഈ ആകാശമില്ല നമ്മൾ ഈ പറയുന്ന പോലെ എന്നത്തേക്ക് ഇരിക്കത്തില്ല. കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ഈ ഭൂമിയിലെ പണികളെല്ലാം എന്ത് ചെയ്യും? നശിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ഉണ്ടാക്കുവാനുള്ള ദിവസത്തില് നിങ്ങൾ എന്ത് എന്റെ നാമത്തെ ഭയപ്പെടുന്നവർ എന്ത് ചെയ്യാം? നമുക്ക് രോഗോപശാന്തി. ആ തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. അന്ന് ഇന്നത്തെ കഷ്ടങ്ങൾ അതാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പം കഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? സാരമില്ല, നിങ്ങൾ സന്തോഷിച്ച് ധൈര്യപ്പെടുവേ, സന്തോഷിച്ച് ഉല്ലസിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് നമ്മളെ ഈ പ്രോസസ്സിൽ കൂടെ കർത്താവൊക്കെ നടത്തുമ്പോൾ നമ്മൾ ദുഃഖിക്കാൻ പാടില്ല. പൗലോസ് പറയുമ്പോൾ എപ്പോഴും സന്തോഷിപ്പീൻ, യഹോവയിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു. അപ്പം വചനത്താൽ നമ്മളെ തന്നെ ശക്തീകരിച്ച് ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം? അതാണ് കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ വചനങ്ങളൊക്കെ ഇന്ന് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ എനിക്ക് ആരെയും ശുദ്ധീകരിക്കാവുന്നില്ല. നമ്മുടെ കർത്താവ് ശുദ്ധീകരിക്കാതെ, കർത്താവ് ഊതി കഴിക്കാതെ ആർക്കും ശുദ്ധീകരിക്കാവുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം അതിനാണ് നമുക്ക് തന്നെ. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആത്മാവ് നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മളെ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. വചനത്താലുള്ള ശുദ്ധീകരണം. ഈ ശുദ്ധീകരണമൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോസസ്സിൽ കൂടെ കടത്തി വിടാതെ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഈ ശോധനയിൽ കൂടെ കടത്തി വിടാതെ ഇതൊന്നും നമ്മളിൽ ഒരു ആപ്ലിക്കബിൾ ആകത്തില്ല. അതാണ് ഈ ജഡമനുഷ്യൻ ദൈവാത്മാവിനെ എന്ത് ചെയ്യുക? ദൈവത്തിന്റെ വചനം കൈക്കൊള്ളുന്നില്ല. ഒരു ആത്മ മനുഷ്യനെ ആക്കി ദൈവം നമ്മെ മാറ്റണമെങ്കിൽ ഹല്ലേലൂയ ഈ സാധാരണ അലക്കുകൊണ്ടല്ല, അതെന്ത് ചെയ്യണം? അലക്കുകാരന്റെ ഒരു അലക്ക് വേണം. ഹല്ലേലൂയ. സാധാരണ തീയല്ല, എന്തോ ചെയ്യാ, ഊതി കഴിക്കുന്നവന്റെ ഒരു തീ വേണം. സാധാരണ ടെമ്പറേച്ചറിൽ കൂടെ അത് പറ്റത്തില്ല. ഒരു ഓപ്പറേഷൻ, മേജർ ഓപ്പറേഷൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത് കർത്താവിന്റെ വരവിന് നമ്മളെ ഒരുക്കുന്ന ഹല്ലേലൂയ ഒരു പ്രോസസ്സിലാണ് നമ്മൾ. ഹല്ലേലൂയ. ഇന്ന് ഈ ഭൂമിയിൽ, ഈ പ്ലാനറ്റ് എർത്തില് നമ്മളൊരു ക്രൂ ആയിരിക്കുന്നെങ്കിൽ ഒരു മിഷൻ ഇതാണ്. കർത്താവ് ചെയ്യുന്ന മിഷൻ ഇതാണ്. ഇവിടെ വന്ന് ഇങ്ങോട്ട് വന്ന് കുറച്ച് നാൾ ഈ രാജ്യത്ത് വീഴ്ചേച്ച് പോകാന് ഓക്സിജൻ ഫ്രീ ആയിട്ടാണ്, വെള്ളം ഫ്രീ ആയിട്ടാണ്, സകലതും കർത്താവ് ഫ്രീയാ. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചന്ദ്രനിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല. നമ്മൾ കട്ടിലെ കിടന്നു കഴിഞ്ഞാൽ കട്ടിലെ കിടക്കത്തില്ല, കട്ടിലിൽ നിന്ന് പൊങ്ങിപ്പോകും. ചന്ദ്രനിൽ ചെന്ന ആളുകൾക്ക് ഇറങ്ങാൻ തന്നെ കയറിട്ട് കെട്ടി വെച്ചാൽ അവരെ എന്ത് ചെയ്യുന്നേ? അവര് കിടക്കുന്ന ആ കട്ടിലൊക്കെ ഇത് ടേപ്പ് ഒക്കെ ഇട്ട് മുറുക്കി, ബെൽറ്റും ഒക്കെ ഇട്ട് മുറുക്കി വെച്ചിരിക്കുക. അല്ലെ കട്ടിലെ കിടക്കത്തില്ല. പോക്കറ്റിൽ പേന ഇരിക്കത്തില്ല, പേന പോക്കറ്റിൽ നിന്ന് പറന്നു പോവാ. അപ്പൊ നമ്മൾ ഇത്രമാത്രം ദൈവത്തിന് സ്വന്തം. ഇവിടെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നുള്ളത് തന്നെ ഒരു ശക്തി, അത് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഭൂമിയിൽ എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. ദൈവത്തിന്റെ കൃപ. പൗലോസ് പറയും, ഞാനായിരിക്കുന്നത് കൃപയാൽ. ഹല്ലേലൂയ. കൃപ വ്യർത്ഥമായി പോയിട്ടില്ല. ഹല്ലേലൂയ. നമ്മളെ ഈ ഭൂമിയിലെ ഒരു കൃപയായിട്ട് ദൈവം എന്ത് ചെയ്യുക? ആക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഇതിൽ നിന്നൊരു പ്രോഡക്റ്റ് പുറത്തു വരുന്നത് ശുദ്ധവും ശുഭ്രവുമായ നല്ല തിളങ്ങുന്ന എന്താണ് ശോധന ചെയ്ത് ഉരുക്കി ആ ഗോൾഡൊക്കെ വരുമ്പോഴാണ് അതിനെ എന്ത് ചെയ്യുക? ഒരു ഓർണമെന്റ് ആക്കി മാറ്റാൻ പറ്റുന്നത്. അതാണ് ഈ കാന്തയുടെ ദേഹത്തുള്ള ആഭരണങ്ങളൊക്കെ എന്ത് ചെയ്യുക? വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. 45 സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, കാന്തയെ എന്ത് ചെയ്യാം? അവള് ഒരുക്കിയിരിക്കുക ശോഭ പരിപൂർണ. ആ ആഭരണങ്ങളിലൊക്കെയുള്ള ശോഭ എന്ന് പറയുന്നതൊക്കെ പറഞ്ഞ് നമ്മൾ ആയിരിക്കുന്നത് ഇതൊക്കെ ആ നല്ലൊരു ഗോൾഡ് ഈ കറുപ്പൊക്കെ മാറി ശുദ്ധിയായി പ്രോസസ്സൊക്കെ വരുമ്പോഴേ അതിനെ ഓർണമെന്റ് ആക്കാവുള്ളൂ. അങ്ങനെയുള്ള ഒരാളിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക? സൽപ്രവൃത്തിക്കായിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളെ സ്വർഗത്തിൽ എന്താണ്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെ എന്ത് ചെയ്യുക? വീണ്ടെടുത്ത് സ്വർഗത്തിൽ ആക്കിയിരിക്കുന്നു. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ വാഴോട്ടുള്ള വാക്യങ്ങൾ അവസാന വാക്യം 10-ാം വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി സൽപ്രവൃത്തിക്കായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്തുവിലായ ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്ന ആയി കഴിഞ്ഞ് ചെയ്യുന്ന സൽപ്രവൃത്തിക്ക് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുള്ളൂ? വാല്യൂ ഉള്ളൂ. അല്ലാതെ എല്ലാം കറപുരണ്ട് തുണി പോണക്ക ഇല്ലേ? ഇപ്പം കുഷ്ഠരോഗം ഉള്ളവന്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിച്ച് നമുക്ക് കഴിക്കാൻ പോകുമോ?
ഒക്കത്തില്ല. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു ശുദ്ധിയാക്കി, അതാണ് പറഞ്ഞ ആ വഴിപാട് യാഗപ്പെടുത്തി വരുമ്പോൾ അതിനകത്ത് ഊനമുണ്ടെങ്കിൽ അത് കർത്താവിനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ വഴിപാട് എന്താ ചെയ്യണം? ദൈവത്തിന് പ്രസാദമുള്ള വഴിപാട്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തർ നമ്മുടെ ശരീരത്തിനെ ഒരു ജീവനുള്ള യാഗമായി ഇന്ന് സമർപ്പിക്കുമ്പോൾ മാത്രമേ അത് ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രസാദകരമായി മാറുകയുള്ളൂ. ഇല്ലേ? പണ്ടത്തെ പോലെ എങ്ങനെയാണ് നമ്മൾ വായിച്ചത്? മലാക്കി 4:3-4 വാക്യം. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. അന്ന് യഹൂദയുടെ യെരൂശലേമിന്റെ വഴിപാട് പുരാതന കാലത്തെ പോലെയും പണ്ടത്തെ ആണ്ടുകളെ പോലെയും യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കും. ഹല്ലേലൂയ. നീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം നീതിയല്ല. പൗലോസ് പറയുന്നത് എന്റെ നീതിയല്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്ന നീതി. നമ്മുടെ നീതിയൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട്, കർത്താവേ നിന്റെ ആ നീതിയുടെ വസ്ത്രമാണ് ഞാൻ അണിഞ്ഞിരിക്കുന്നത്, ഇന്ന് ഞാൻ ജീവിക്കുന്നത് കൃപയാലാകുന്നു. ഹല്ലേലൂയ. എന്റെ കരുണയോ എന്റെ പുണ്യപ്രവൃത്തിയോ ഒന്നുമല്ല. എന്റെ കർത്താവ് എന്നെ കണ്ട് വിളിച്ച് വേർതിരിച്ച് കർത്താവിന്റെ രാജ്യത്തിനാക്കി. ഹല്ലേലൂയ. അവിടുത്തെ നീതി വസ്ത്രം എന്നെ ഉടുപ്പിച്ച് കർത്താവേ ആ നീതിയാൽ ഞാൻ നടക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ എന്ത് ചെയ്യുക? ദൈവത്തിന് ഒരു പ്രസാദം. അതാണ് അങ്ങനെയുള്ള ഒരു ആലയത്തിലെ കല്ലുകൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? ഈ പുതിയ യെരൂശലേം പണിയുന്നത്. ഇല്ലേ? ആ വാക്യം ഒന്ന് വായിക്കും. 1 പത്രോസ് 2:2 നിങ്ങൾ ജീവനുള്ള കല്ലുകളായി വായിച്ചു. മനുഷ്യർ തള്ളിയതെങ്കിലും, അതാണ്. അതെ, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവത്തിന് ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാനൊക്കെ വിശുദ്ധ പുരോഹിത വർഗമാണ് പണിയപ്പെടുന്നത്. ദൈവത്തിന് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പാൻ വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിനെ പണിയപ്പെടുന്നു. അല്ലല്ലേ? താഴോട്ട് വായിക്കുമ്പോഴേ ഒരു മൂലക്കല്ല് അവിടെ ഇട്ടിട്ടുണ്ട്, ഒരടിസ്ഥാനം, ഒരു മാതൃക. ആര്? കർത്താവായ യേശു ക്രിസ്തു. ഞാൻ ശ്രേഷ്ഠവും മാന്യമായ മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. അവനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവനിൽ ആശ്രയിക്കുന്ന, അവനുമായിട്ടുള്ള ആ കണക്ഷൻ, അവനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. വിശ്വസിക്കുന്നവൻ ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവനോ വീട് പണിയുന്നവൻ തള്ളിക്കളഞ്ഞ കല്ലും മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീരുന്നു. ഹല്ലേലൂയ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴോ ദൈവത്തിന്റെ ജനം കരുണ ലഭിക്കാത്തവർ, ഇപ്പോൾ കരുണ ലഭിച്ചവർ തന്നെ. ഹല്ലേലൂയ. ദൈവത്തെ നാം ഒരു കാര്യം മനസ്സിലാക്കണം, കാണുന്നതിനെ അല്ല, കാണാത്തതിനായിട്ട് നാം നോക്കിയിരിക്കുക. ഇളകുന്ന ഇന്നത്തെ രാജ്യങ്ങളെല്ലാം എന്ത് ചെയ്യും? ഇളകും. എന്നാൽ ഇളകാത്ത ഒരു സ്വർഗരാജ്യം നിത്യ യുഗങ്ങൾ കർത്താവിനോടൊത്ത് വസിപ്പാൻ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ലോകസ്ഥാപനത്തിനു മുമ്പേ കണ്ടിരിക്കുക. ഹല്ലേലൂയ. ആ ക്രിസ്തുവിനോട് ചേർന്നിരുന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്ന രീതി നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, കർത്താവെ ഞാൻ എന്നെ തന്നെ നിനക്കായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ വായിച്ചതുപോലെ ഒരു ഘോരമായൊരു നാളുണ്ട്. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നത്, ഘോരമായൊരു നാളുണ്ട്, ഭീകരം അത് വന്നിടും. ഘോരമായൊരു നാളുണ്ട്, ഭീകരം അത് വന്നിടും. ആരവിടെ നിൽക്കും ദുഷ്ട വേരുകമ്പോടെരിയുമ്പോൾ ദൈവക്രോധ തീങ്കൽ വെന്തെരിഞ്ഞു ചകരുതേ, നിത്യതയിൽ വീഴരുതേ, ഇന്നു തന്നെ രക്ഷ നേടുക, ഇന്നു തന്നെ രക്ഷ നേടുക. ഹല്ലേലൂയ. അതിന്റെ അവസാനത്തെ ലൈനിൽ ഇങ്ങനെ പറയുന്നേ, നീതിയുള്ള ഒരു പുതുലോകം, നീതി സൂര്യൻ ശ്രീയേശു, നീതിമാന്മാർക്കായി ഒരുക്കുന്നായതിൽ നീ കാണുമോ? ഹല്ലേലൂയ. നമുക്ക് ആ സ്വർഗരാജ്യത്തിലേക്ക് ദൈവം നമുക്കൊരു എൻട്രൻസ് തന്നിരിക്കുക, ഒരു ടിക്കറ്റ് തന്നിരിക്കുക. വിശ്വസ്തയോടെ അന്ത്യം വരും വിശ്വസ്തയായിട്ട് നിന്ന് കർത്താവിനോടൊത്ത്. ഹല്ലേലൂയ. കണ്ണീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല. ഹല്ലേലൂയ. പട്ടിണിയില്ല, പൈതാവില്ല, നിത്യയുഗം കർത്താവിനോടൊത്ത് വസിപ്പാൻ. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചിരിക്കുക അവിടെ കർത്താവിനോടൊത്തൊപ്പായിരിക്കാൻ.
ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആ ശുദ്ധർ വാഴും അപ്പുരിയിൽ ഹല്ലേലൂയ പാടുമ്പോൾ ഹല്ലേലൂയ കർത്താവിനോടൊത്ത് നമുക്ക് ആയിരിക്കാൻ സന്തോഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഹല്ലേലൂയ. ആ കർത്താവ് ആ നല്ല ദിവസത്തിനായി കർത്താവ് വരുന്ന ദിവസം ആർക്ക് സഹിക്കാം? എന്നാൽ ദുഷ്ടന്മാരെന്ത് ചെയ്യും? താളടിയാകും. എന്നാൽ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും എന്താണ് വചനം പറഞ്ഞ്? ലജ്ജിച്ച് പോകയില്ല. ഹല്ലേലൂയ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ, ജീവന്റെ വചനം ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം കർത്താവേ. നീ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് കർത്താവേ, ഒരു പ്രവൃത്തി ആരംഭിച്ചവൻ കർത്താവേ, ഞങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്ത് ആ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഞങ്ങളെ ആ പഴയ മനുഷ്യനെ ഉദിച്ചു കളഞ്ഞ് ആ വെള്ളി ഊതി കഴിക്കുന്നതിനും പൊന്നൂരി ഭരിക്കുന്നത് പോലെയും കർത്താവേ ഹല്ലേലൂയ ആ ടെമ്പറേച്ചറിൽ തന്നെ ഞങ്ങളെ ഒരുക്കി കർത്താവ് മിതമായി യോഗ്യമാക്കി തീർത്താട്ടെ. കർത്താവ് മന്ദിരത്തിലേക്ക് വരുമ്പോൾ എല്ലാ അശുദ്ധിയും മാറിപ്പോകുമല്ലോ കർത്താവേ. ആ നിയമദൂതൻ കാൽവരി ക്രൂശിലെ രക്തത്താൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പാനും ഹല്ലേലൂയ ഈ രക്ഷ സ്വായത്തമാക്കുവാനും കർത്താവേ നീ ഞങ്ങൾക്ക് ഇടയാക്കിയ ഭാഗ്യത്തിനായ സ്തോത്രം. ആ മണവാട്ടിയുടെ ആ സ്വരൂപത്തോട് അനുരൂപമായിരുന്ന ഹല്ലേലൂയ താഴ്മ ധരിച്ചുകൊണ്ട് കർത്താവേ ക്ഷമയുള്ള മനസ്സായി മനസ്താപവും മനോവിനിയവും ഉള്ളവരായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ വരവേറ്റം അടുത്തിരിക്കും ഞങ്ങൾ അറിയുന്ന കർത്താവ് ആ വരവിനായി ഞങ്ങളെ ഒരുക്കിക്കാട്ടെ. എല്ലാ മാനവും ഞങ്ങളുടെ കർത്താവിന് അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയായി കേൾക്കണമേ. ആമേൻ. ആമേൻ ആമേൻ ആമേൻ.